ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ +2 ഇംഗ്ലീഷിന്, +2 എന്നല്ല +1കാർക്ക് ആയിക്കോട്ടെ, ഒക്കെ നമ്മുടെ ഇംഗ്ലീഷിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രസംഗം അല്ലേ, അപ്പോൾ ഇതിൻ്റെ ഒരു ഫോർമാറ്റാണ് പറയുന്നത്. സോ ഏതൊരു സ്പീച്ച് ആയിക്കോട്ടെ, ഏതൊരു ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലേ. മീൻസ് വേദിയിലും ഒക്കെ ഓഡിയൻസ് ആയിട്ടും ഒക്കെ ഇരിക്കുന്ന ആൾക്കാരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതാണല്ലോ ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിതാ ഇങ്ങനെ ഒരു സെൻറ്റൻസ് കൊടുക്കാം: റെസ്പെക്റ്റഡ് ഡിഗ്നിറ്ററീസ് ഓൺ ദ ഡയസ്. ഡയസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേജ്, വേദി എന്നുള്ളൊരു അർത്ഥമാണ്. എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നു, മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ് എന്ന് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒന്നും വയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ദെൻ ഇൻ ദിസ് ഒക്കേഷൻ ഐ എം എക്സ്ട്രീംലി ഹാപ്പി ടു ഷെയർ സം വേർഡ്സ് അബൌട്ട് ഡാഷ്. അതായത് ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ എന്താണ് വളരെ ഹാപ്പിയാണ്. നമ്മുടെ ടോപ്പിക്കാണ് ഈ ഡാഷിൽ എഴുതേണ്ടത് കേട്ടോ. ഇപ്പോൾ വിമൺ എംപവർമെൻറ്റിനെ പറ്റിയിട്ടാണെങ്കിൽ വിമൺ എംപവർമെൻറ്റ്, ഡ്രഗ് അബ്യൂസ് ആണെങ്കിൽ അത് ഏതായിക്കോട്ടെ, ക്വസ്റ്റ്യൻ അനുസരിച്ച് ആ ടോപ്പിക്ക് എഴുതുക. അപ്പോൾ ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് കുറച്ച് വേർഡ്സ് പറയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഏത് സ്പീച്ച് വന്നാലും ഈ ഒരു രീതിയിൽ നമുക്ക് ഒരു സ്റ്റാർട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ കണ്ടന്റ് എന്താണ്, ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ ടോപ്പിക്ക് കൃത്യമായിട്ട് കണ്ടന്റ് അവിടെ എഴുതുക. ദെൻ ലാസ്റ്റ് വന്നിട്ട് ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് മൈ വേർഡ്സ്. സോ നൗ ഐ കൺക്ലൂഡ് മൈ സ്പീച്ച്, താങ്ക് യു. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ ഞാനിപ്പോൾ എൻ്റെ സ്പീച്ച് നിർത്തുകയാണ്. താങ്ക് യു. ഈ താങ്ക് യു കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. ഇതിന് എന്താ പറയുക, ഇതിൻ്റെ ഫോർമാറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു നിങ്ങൾ എന്താണ് ടീച്ചേഴ്സ് കാണുന്ന രീതിയിൽ തന്നെ അത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു സിമ്പിളായിട്ടൊരു സ്പീച്ചിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വേറെ ഒരു കാര്യം പറയാനില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, മാർക്ക് അനുസരിച്ച് പാരഗ്രാഫുകൾ തിരിച്ച് വേണം സ്പീച്ച് എഴുതാൻ വേണ്ടിയിട്ട്. ഒറ്റ പാരഗ്രാഫിലൊന്നും എഴുതി തീർക്കരുത്. എന്താണ് ഇപ്പോൾ ഒരു 6 മാർക്കിനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 പാരഗ്രാഫുകളായിട്ട് നിങ്ങൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോളാം. മാർക്ക് അനുസരിച്ച് പാരഗ്രാഫുകൾ തിരിച്ച് എഴുതിയാൽ മതി. ഓക്കെ, ഇപ്പം 4 മാർക്കിനാണ് സ്പീച്ച് ചോദിക്കുന്നതുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതി കാണിച്ചു തരാം. 4 മാർക്കിനാണ് സ്പീച്ച് ചോദിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ സിംഗിൾ പാരഗ്രാഫിൽ എഴുതിയാൽ മതിയാവും. ഓക്കെ, 4 മാർക്കിനാണെങ്കിൽ. പക്ഷേ ഒരു 5 അല്ലെങ്കിൽ നമുക്ക് 5 മാർക്കിൻ്റെ സെക്ഷൻ ഇല്ല, 6 മാർക്കിൻ്റെ സെക്ഷനാണ് ഇംഗ്ലീഷിനുള്ളത്. അപ്പോൾ 6 മാർക്കിൻ്റെ അല്ലെങ്കിൽ 5 മാർക്കിനൊക്കെ വരുന്ന സമയത്ത് ഒരു 3-4 പാരഗ്രാഫിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്പീച്ച് ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് പാരഗ്രാഫുകളാക്കി തിരിച്ച് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഒരു 8 മാർക്കിനൊക്കെ വരുന്ന സമയത്താണെങ്കിലോ അവിടെയും നമ്മളൊരു 4, അവിടെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ എഴുതാം. ഒരു മിനിമം ഒരു 4 പാരഗ്രാഫെങ്കിലും വേണം, അല്ലെങ്കിൽ ഒരു 4-6 ഒക്കെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഒരു 2.5 പേജോളം നമുക്കവിടെ 8 മാർക്കിന് ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ചോളാം. പിന്നെ അടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് പറയുന്നില്ല, പക്ഷെ പറ്റുന്നവരെങ്കിലും ഈ സ്പീച്ചിൻ്റെ ഈ ബിഗിനിങ്ങിലുണ്ടല്ലോ, ഈ തുടക്കത്തിലും അല്ലെങ്കിൽ ഈ അവസാനത്തിലൊക്കെ ചില കോഡ്സുകൾ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. അതിൻ്റെ ഒരു മോഡൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ സ്പീച്ചിൻ്റെ ഇടയ്ക്ക് തുടക്കത്തിലൊക്കെ തന്നെ ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുകയാണെങ്കിൽ അതൊരു നല്ലൊരു കാര്യമാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിയാമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓഡിയൻസിനോട് എന്താ പറയുക, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതിയിൽ കുറച്ച് 1-2 ക്വസ്റ്റ്യൻസ് കൂടി ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മീൻസ് സ്പീച്ചിനെ കുറച്ചുകൂടി നല്ലതായിട്ട് മാറ്റും കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യുക. കോഡ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 3 ഒരു എക്സാമ്പിളായിട്ട് എഴുതിയേ ഉള്ളൂ. എഡ്യൂക്കേഷൻ ഈസ് മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് വൺ ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ്. ഇത് നെൽസൺ മണ്ടേലയുടെ എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു കോട്ടാണ്. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ ഒരു കോട്ടാണ്, ഐ എം നോട്ട് എ പേഴ്സൺ ടു ബി പ്രഷർഡ് ബൈ എനിബഡി ഓർ എനി നേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വിമൺ എംപവർമെൻറ്റ് റിലേറ്റ് ചെയ്തിട്ട് ഒരു എസ്സേ ഒക്കെ ചോദിക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ സ്പീച്ചൊക്കെ ചോദിക്കുന്ന ടൈമിൽ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇനി അതുപോലെ റീച്ച് യുവർ ഗോൾസ് ബിഫോർ ഗോൾ കിക്സ് യു, ഇത് നമ്മുടെ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു കോട്ടാണ്. എന്താ പറയുക, ഈ ഗോൾസുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ കോഡ്സ് ഇതെന്നല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ്സ് സിമ്പിളായിട്ടുള്ളതൊക്കെ വേറെയും കിട്ടും, നെറ്റിൽ ഓൺലൈനിൽ നോക്കിയാൽ മതിയാവും. അപ്പോൾ അങ്ങനെ കോഡ്സുകൾ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ 1-2 കോഡ്സൊക്കെ പഠിച്ചിട്ട് ഈ സ്പീച്ച് നമ്മൾ പറഞ്ഞ് തുടങ്ങുന്ന സമയത്തും ആ ടോപ്പിക്കിനെയൊക്കെ കുറിച്ച് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമല്ലോ, ആ ഒരു ടൈമിലോ അല്ലെങ്കിൽ അവസാനം നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന ടൈമിലൊക്കെ ഒരു കോട്ട്, അത് നമ്മൾ എഴുതുമ്പോൾ പാരഗ്രാഫിന് ഇടയ്ക്കല്ല, ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ എന്താ പറയുക, ഇൻവെർട്ടർ കോമയൊക്കെ ഇട്ട് ഒന്ന് ടീച്ചേഴ്സ് കാണണം, അത് പെട്ടെന്ന് കാണണം. ആ ഒരു രീതിക്ക് നിങ്ങളൊന്ന് എഴുതി കൊടുക്കുകയാണെങ്കിൽ അതുകൂടി എന്താ പറയുക, ഫുൾ മാർക്ക് അവിടെ കിട്ടാൻ കുറച്ചുകൂടി ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ സ്പീച്ചിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ഈ ഒരു ഫോർമാറ്റ് വെച്ചിട്ട് ഇതിനകത്ത് നിങ്ങൾ എഴുതുന്ന കണ്ടൻറ്റിനനുസരിച്ചാണ് നമ്മുടെ മാർക്ക് വരുന്നത്. അപ്പോൾ അത് പാരഗ്രാഫ് തിരിച്ച് മാക്സിമം നന്നായിട്ട് തന്നെ എഴുതാനായിട്ട് നോക്കുക കേട്ടോ.
ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. താങ്ക് യു.